മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന ഒരു വാർത്ത വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് കെ രാഗേഷ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയ ഒഴിവിൽ പകരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ച പേര് ഏറെ പ്രതീക്ഷ നൽകുന്നു. പ്രദീപ് കുമാർ MLA ആയിരുന്ന, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് MLA ആയിരുന്ന, വളരെ കഴിവ് തെളിയിച്ച ഒരു CPIMന്റെ നേതാവ്, കോഴിക്കോട് നിന്നുള്ള നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാന തസ്തികയിൽ വരുന്നു എന്നത് തന്നെ വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പ്രദീപ് കുമാർ ആരാണെന്ന് അറിയാവുന്നവർക്ക് ഇതിലേറ്റവും സന്തോഷം തോന്നും. ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സ്മാർട്ട് സ്കൂൾ പദ്ധതികളുടെയൊക്കെ ബീജാവാപം നടന്നത് കോഴിക്കോട്ടായിരുന്നു. പ്രദീപ് കുമാർ MLA ആയിരുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നടക്കാവിലെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ആ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സ്കൂളായിട്ട് മാറിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറെന്ന് പറയുന്നത് പ്രദീപ് കുമാർ ആയിരുന്നു. എപ്പോഴെങ്കിലും കോഴിക്കോട്ട് പോയാൽ ആ സ്കൂൾ പോയി ഒന്ന് കാണണം. അപ്പൊ കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാതൃക കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലേക്കും മറ്റ് പല ജില്ലകളിലേക്കും സ്മാർട്ട് സ്കൂൾ പദ്ധതി നടപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. അപ്പോ ലോകത്തുനിന്ന് വരെ ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് നടക്കാവിൽ വന്നിട്ട് നടക്കാവ് സ്കൂൾ നടപ്പാക്കിയ കാര്യങ്ങളെ പഠിക്കാൻ വന്നു. പ്രദീപ് കുമാർ MLAയുടെ നേതൃത്വത്തിൽ അക്കാലത്ത് ഒരു 8-10 വർഷം മുമ്പ് അതൊക്കെ MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. കറകളഞ്ഞ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, നേതാവാണ് പ്രദീപ് കുമാർ. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമാണ്. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നി. കഷ്ടിച്ച് 1 വർഷം മാത്രമേ ഇനി അസംബ്ലി ഇലക്ഷനുള്ളൂ. അടുത്ത മെയ് ആകുമ്പോൾ ഇലക്ഷനാണ്. ഇപ്പം മെയ് ആയി കഴിഞ്ഞു, 1 കൊല്ലം കൂടെ കഷ്ടിച്ചുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാന കീ പോസ്റ്റിൽ, ഒരു താക്കോൽ സ്ഥാനത്ത്, പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ പ്രദീപ് കുമാറിനെ പോലുള്ള ഒരു CPIMന്റെ നേതാവ് വരുന്നത് ജനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് അദ്ദേഹത്തിന്, പ്രദീപ് കുമാറിന് വളരെ നല്ല രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് കഴിയും. അതിനുള്ള കഴിവ്, ശേഷിയൊക്കെ ഉള്ള ആളാണ് പ്രദീപ് കുമാർ. ആര് പരിചയപ്പെട്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പ്രദീപ് കുമാർ. അപ്പം അദ്ദേഹത്തിന് ഈ പുതിയ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് അങ്ങനെ പദവികളൊന്നും ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല പ്രദീപ് കുമാർ. പക്ഷേ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലേക്ക്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടതിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് പ്രദീപ് കുമാർ എന്ന CPIM നേതാവ് നിർവഹിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 1 കൊല്ലം മാത്രം ബാക്കിയുള്ള ഇപ്പോഴത്തെ സർക്കാരിന് പകരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ രാഗേഷിന്റെ പകരം ഒഴിവിലേക്ക് നിയമിക്കുമോ എന്നൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനം തീരുമാനിച്ചു ആരെ എടുക്കണമെന്ന്. അത് പ്രദീപ് കുമാർ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ നമ്മുടെ പ്രേക്ഷകർക്ക്? ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കൃത്യസമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ, നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാളാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ്. അത് ഭരണതലത്തിലിരുന്നാലും അതിന് പുറത്താണെങ്കിലും പാർട്ടിയിലായാലും. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം, നല്ല കറക്റ്റ് സമയത്തെടുത്ത തീരുമാനമാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്നുള്ളത്. അതാണ് ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ, മികവെന്ന് പറഞ്ഞാൽ അതാണ്.
കൃത്യമായ തീരുമാനം കൃത്യസമയത്ത് കൃത്യമായി എടുക്കാൻ കഴിയുക. അത് കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. എവിടെ എന്ത് തീരുമാനം എങ്ങനെ എടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഈ തീരുമാനം ഒട്ടും തെറ്റിയില്ല. 101% ശരിയായ തീരുമാനമാണ്. പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് എന്നുള്ളത് എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു.